നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു അഡ്രസ്സ് പറഞ്ഞു തരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും അല്ലേ അത് എങ്ങനെയാണെന്നുള്ളത്. This call is now being recorded. ഇങ്ങനൊരു മെസ്സേജ് വരും. Call recording has now ended. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഇങ്ങനൊരു മെസ്സേജ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരാണ്ട് നമുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നാട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ പ്രത്യേകിച്ച് വേറെ ആപ്പും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ അതിന് വേണ്ട. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ നോക്കാം. അതിന് നമ്മൾ ഫോൺ വിളിക്കുന്ന ആപ്പ് ഉണ്ടല്ലോ, ഈ ഫോൺ ഡയലർ ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഗൂഗിളിൻ്റെ ആപ്പ് തന്നെ ആണോ എന്ന് നോക്കാണ്ട്. അപ്പോൾ അതിന് നമുക്ക് പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഫോൺ എന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന് ഫോൺ എന്ന് ടൈപ്പ് ചെയ്യാം മൊബൈലിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ എണ്ണം കാണിക്കും. ഇതിൽ ഫോൺ ബൈ ഗൂഗിൾ എന്നുള്ളൊരു ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഗൂഗിൾ LLC എന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോണിൽ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ നിങ്ങൾ ആദ്യം. എന്നിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വരാം നമുക്ക് ആദ്യം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ഫോൺ ഡയലർ എടുത്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട് കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ നമുക്കിത് വേണ്ട എന്താണ്, കോൾ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇതിലെ കോൾ റെക്കോർഡിംഗ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. റെക്കോർഡ് ചെയ്തതായതുകൊണ്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റഡ് ഓഫ് ഡിസ്ക്ലൈമർ എന്നുണ്ട് കണ്ടില്ലേ. ഇത് ഓഫ് ആയിരിക്കും. ഇതൊന്ന് ഓൺ ആക്കി വെക്കുക. ഇനി നിങ്ങളുടെ ഫോണിൽ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു വഴിയുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ഇതുള്ളവർ ഇതൊന്ന് ഓൺ ആക്കി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം ഇത് ഫോൺ ഡയൽ ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്നുള്ളത്, സൗണ്ട് എന്താ വരിക നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അതൊരു ടോണാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസ്ക്ലൈമർ ഇല്ല, റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ക്ലൈമർ വരില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്പുറത്തുള്ള ആൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ടിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് അവർക്ക് അറിയാൻ പറ്റും. ഒരു പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതും വേണ്ട, അപ്പുറത്തെ ആൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യം അറിയാനേ പാടില്ല എന്നുണ്ടോ എന്നാൽ അതിനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് നമുക്ക് വീണ്ടും നമുക്കൊന്ന് പ്ലേ സ്റ്റോർ എടുക്കാം. ഈ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് TTSL എന്ന് ടൈപ്പ് ചെയ്യുക, TTSLEX അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, അതിലൊരു സെറ്റിങ്സ് കൂടെ മാറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വരാം നമുക്ക്. ഫസ്റ്റ് ഇൻസ്റ്റാളായി. ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സെറ്റിങ്സ് ഉണ്ട്, പ്രിഫേർഡ് എൻജിൻ എന്ന് കണ്ടില്ല നിങ്ങൾ, അത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഡിഫോൾട്ട് സെലക്ഷൻ സ്പീക്ക് റെക്കഗ്നിഷൻ ആൻഡ് സിന്തസിസ് ഫ്രം ഗൂഗിൾ എന്നായിരിക്കും. അതിനെ പിടിച്ചിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് TTSLEXSലേക്ക് മാറ്റുക. ഇത്രേ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെയും ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം, നിങ്ങൾക്കത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു ഡയലർ എടുത്ത് അതിന് മുമ്പ് നമുക്ക് ആ സെറ്റിങ്സിൽ നമ്മൾ മറ്റേത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഓഫ് ആക്കാം കേട്ടോ ആദ്യം, അല്ലെങ്കിൽ വീണ്ടും ആ സൗണ്ടാണ് വരിക. ഓക്കെ, ഓഡിയോ ടോൺ അതൊന്ന് ഓഫാക്കി. ഇനി നമുക്ക് ഈ ഒന്ന് വിളിക്കാം. നമുക്ക് വിളിക്കുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെയും നമുക്കൊരു മെസ്സേജ് വരും, പക്ഷേ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്കൊന്ന് ഡയൽ ചെയ്യാം. ഒരാളെ ഡയൽ ചെയ്ത് നോക്കാം. ഡയൽ ചെയ്തിട്ട് നമുക്കൊന്ന് റെക്കോർഡിങ് ഓണാക്കി നോക്കാം. ഡയൽ പോകുന്നുണ്ട്. ഓക്കെ, This call is now being recorded. ഇപ്പോഴും ഈ ഒരു സൗണ്ട് വരും, ഡിസ്ക്ലൈമർ വരും. പക്ഷേ ഇത് അപ്പുറത്തുള്ള ആൾക്ക് ഇത് കേൾക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. Call recording has now ended. കണ്ടില്ലേ, ഇങ്ങനൊരു സൗണ്ട് വരുമെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, അപ്പുറത്തെ ആൾക്ക് ഇത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത്. കാരണം അപ്പുറത്തെ ആൾ അറിയാണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിത് റെക്കോർഡ് ചെയ്തത് എവിടെയാണ് സേവ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. നമ്മൾ വീണ്ടും നമ്മുടെ ഡയലർ എടുക്കുക കേട്ടോ. ഇവിടെ റീസെൻ്റ് എന്ന് കണ്ടില്ലേ, റീസെൻ്റ് കോൾ ഹിസ്റ്ററി വരിക. കോൾ ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ റെക്കോർഡ് ചെയ്തത് അതൊന്ന് ടച്ച് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ ഇതേപോലെ നമുക്ക് റെക്കോർഡ് ചെയ്തത് കേൾക്കാൻ പറ്റും. അവിടെ തന്നെ വേണമെങ്കിൽ ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്